അങ്ങനെ ബാസ വേഴ്സസ് റയൽ ബെറ്റിസ് മാച്ച് നടന്നു. 6 മത്സരത്തിൽ ബാസ 2-2 സമനില നേടി. ശരിക്കും വിൻ ചെയ്യേണ്ട ഒരു മാച്ചായിരുന്നു ഇത്. കാരണം കഴിഞ്ഞ മയോർക്ക മാച്ചിൽ ബാസ 5-1 വിൻ ചെയ്തപ്പോൾ ആ ഒരു മൊമെൻറ്റും ഈ ഒരു മാച്ചിൽ കൊണ്ടുവരിക എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുമാത്രമല്ല, ഈ ഒരു മാച്ച് വിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് റയലായിട്ട് ഒരു നല്ലൊരു പോയിന്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വിൻ ചെയ്യേണ്ട മാച്ചാണ് സമനിലയാക്കിയിട്ട് ഇപ്പോൾ ബാസ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ടീം ബാക്ക് ടു ബാക്ക് മാച്ചസ് കളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മാച്ചിലും എല്ലാ താരങ്ങളും അവരുടെ ഫുൾ ഇൻറ്റൻസിറ്റി മുന്നോട്ട് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫാറ്റിഗ് ഇഷ്യൂസ് വരും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റും കാര്യങ്ങളും ആവശ്യമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ഷെഡ്യൂളെല്ലാം അങ്ങനെ ആയതുകൊണ്ട് പ്ലേയേഴ്സ് കളിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി പെർഫോമൻസ് കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല ബാക്ക് ടു ബാക്ക് മാച്ചസ്. അതാണ് ഈ ഒരു മാച്ചിൽ ഉണ്ടായ മെയിൻ പ്രശ്നം. അതേസമയത്ത് റയൽ ബെറ്റിസ് ആണെങ്കിൽ അവർ അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ബാസയെ അത്യാവശ്യം നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് മുതൽ. പിന്നെ മാച്ചിന് 39-ാം മിനിറ്റിൽ ബാസ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഒരു ഗോൾ നേടി. ജൂൾസ് കുണ്ടയുടെ അസിസ്റ്റിൽ ലെവൻഡോസ്കിയാണ് ആ ഒരു ഗോൾ നേടിയത്. ആ ഒരു ഗോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, ടീം ചെറിയ രീതിയിലെങ്കിലും സ്റ്റെപ്പ് അപ്പ് ആവും എന്നായിരുന്നു. പക്ഷേ നമ്മുടെ ടീം സ്റ്റെപ്പ് അപ്പ് ആകാൻ നിന്നില്ല. ഉള്ള ഫോം എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴേക്കും രക്ഷകനായിട്ട് ഫ്രാങ്കി ഡിയോങ് വന്നു. വിക്ടർ റോക്കിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് റയൽ ബെറ്റിസിന് പെനാൽറ്റി ലഭിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഹാൻസ് ഫ്ലിക്കിന് റെഡ് കാർഡ് ലഭിച്ചു. റെഡ് കാർഡ് ലഭിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു റഫറിയുടെ ഡിസിഷൻ ഹാൻസ് ഫ്ലിക്ക് ക്രിട്ടിസൈസ് ചെയ്തു എന്ന രീതിയിലാണ് റഫറിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അതേസമയത്ത് ഹാൻസ് ഫ്ലിക്ക് ആണെങ്കിൽ റഫറീനെ ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ബാസ അപ്പീൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു 2 മാച്ച് ബാന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാച്ച് ബാനാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട്. നടക്കുകയില്ല എന്നതെല്ലാം കണ്ടറിയാം. എന്തായാലും ആ ഒരു പെനാൽറ്റി ലഭിച്ചതിന് ശേഷം റയൽ ബെറ്റിസ് അത്യാവശ്യം ഇൻറ്റൻസിറ്റി കൂട്ടി. ബാസയുടെ ഇൻറ്റൻസിറ്റിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റഫീനിയും അതേപോലെ തന്നെ ലെവൻഡോസ്കിനൊക്കെ സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ 2 താരങ്ങൾ ഈ ഒരു മാച്ചിൻ്റെ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് ആയിരിക്കില്ല ബാസ്ക്ക് ഉണ്ടാവുക, ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് ഉണ്ടായേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബുർസിയ മാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ റെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ 70-ാം മിനിറ്റിൽ ഫറാനെയും അതേപോലെ തന്നെ പാവ വിക്ടറിനെയൊക്കെ കൊണ്ടുവരേണ്ടി വന്നു. അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കണ്ടു. പക്ഷെ എന്നാലും ഈ താരങ്ങൾ, അതായത് റഫീനിയും ലെവൻഡോസ്കി ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഈ പറഞ്ഞ പാവ വിക്ടറിനോ ഫെറാൻ ടോറസിനോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു എഫേർട്ടും കാര്യങ്ങളും ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചു. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ ഒരു 80-85-ാം മിനിറ്റിൽ ലെമീൻ്റെ അസിസ്റ്റിൽ ഫെറാൻ ടോറസ് ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ലെമീൻ്റെ പാസ്സൊക്കെ വേറെ ലെവലായിരുന്നു. ഫെറാനാണെങ്കിൽ അത് നല്ല രീതിയിൽ കൺവേർട്ടും ചെയ്തു. അപ്പോൾ ആ ഒരു ഗോൾ വന്നതോടുകൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ടീം ഇനി സ്റ്റെപ്പ് അപ്പ് ആവുമെന്ന്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലും സ്റ്റെപ്പ് അപ്പ് ആയില്ല. മിഡ്ഫീൽഡ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ബോൾ കൺട്രോൾ ചെയ്തിട്ടില്ല. കുറേ ഇഷ്യൂസ് അവിടെ ക്രിയേറ്റഡ് ആയി. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ 93-ാം മിനിറ്റിൽ റയൽ ബെറ്റിസ് ഒരു ഗോൾ നേടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോളാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. കാരണം ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ബോക്സിൽ നടക്കുന്ന ഒരു ഷോട്ടാണ്. അതേപോലെ തന്നെ ഗോൾ കീപ്പറെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു അറ്റംപ്റ്റും കൂടിയായിരുന്നു അത്. പക്ഷേ ഇനീഗോ മാർട്ടിനസിൻ്റെ കാലിൽ ഡിഫ്ലക്റ്റ് ചെയ്തതോടുകൂടി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇനാക്കി ബീനയ്ക്ക് അത് പിടിക്കാനും സാധിച്ചില്ല. അങ്ങനെ അത് ഗോളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇനാക്കി ബീനയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഇനീഗോനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഓവറോൾ ബാസയുടെ പെർഫോമൻസ് പറയുന്നത് അപ് ടു ദി ലെവലല്ലായിരുന്നു. അത് അക്സെപ്റ്റബിൾ ആണ്. കാരണം ഒരു ബാസ മത്സരത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഫുൾ ഇൻറ്റൻസിറ്റിയോടുകൂടി പെർഫോം ചെയ്യുന്ന ടീമാണ് നമ്മുടെ ബാസ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ആ ഒരു സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിലൊക്കെ കണ്ടത്. അതായത് ചില മത്സരങ്ങൾ ഫുൾ ഇൻറ്റൻസിറ്റിയോടുകൂടി പെർഫോം ചെയ്യാൻ പറ്റാതെ നിൽക്കുകയും ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാണാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ ഫുൾ ഇൻറ്റൻസിറ്റി പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടാണ്. ഇത് അക്സെപ്റ്റബിൾ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ബുർസിയ മാച്ചാണ്. ആ ഒരു മാച്ചിൽ നമ്മൾ തിരിച്ച് വരും, കംബാക്ക് അടിക്കും, നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഈ പറഞ്ഞ ബുർസിയ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോമിലാണെന്നാണ് എൻ്റെ ഒരു ടേക്ക്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ബാസ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ മിഡ്ഫീൽഡൊന്നും പ്രോപ്പറായിട്ട് കൺട്രോൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നെക്സ്റ്റ് മാച്ച് മുതൽ ട്രാക്കിലേക്ക് വരാം, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഡാനി ഓൾമോയുടെ ഒരു പല്ലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സമനിലയോടുകൂടി നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1-ാം സ്ഥാനത്താണുള്ളത്. അത് 38 പോയിൻറ്റ്സോട് കൂടി. അതേസമയത്ത് റയൽ മാഡ്രിഡ് ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് 36 പോയിൻറ്റ്സോട് കൂടി. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള റയൽ വേഴ്സസ് ജിറോണ മത്സരത്തിൽ
റയൽ 3-0 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളുമായിരുന്നു റയലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു മാച്ച് ഇനി ബാക്കിയാണ്. അപ്പോൾ ആ ഒരു മാച്ചിൽ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. അപ്പോൾ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ബുറുസിക്കെതിരെയാണ്. ആ ഒരു മത്സരത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോത്തിലുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.